ഹായ് എവരി വൺ. BEGC 104ൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക് നമ്പർ 1ലെ യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് നമ്പർ 1 ചോസർ ലൈഫ് ആൻഡ് വർക്ക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം യൂണിറ്റ് 1ൽ നിന്നും ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് നോക്കാം. ചോസേഴ്സ് ലൈഫ്, ദെൻ മെയിൻ ലിറ്റററി വർക്ക്സ്, then Chaucer's humanism and secular outlook, then the characteristics of Chaucer's art and vision, then a view of the wife of Bath's prologue. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോസറിൻ്റെ ലൈഫ് ആൻഡ് വർക്ക് ആണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചോസേഴ്സ് ഹ്യൂമനിസം ആൻഡ് സെക്യുലർ ഔട്ട്ലുക്ക്, അദ്ദേഹത്തിൻ്റെ സെക്യുലറിസം എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഹ്യൂമനിസം എന്ന ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണ് ചോസറുടെ വർക്കിൽ റിഫ്ലക്ട് ചെയ്തതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ട് ആർ ദി മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചോസേഴ്സ് ലിറ്റററി വർക്ക്, ഈ ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ വ്യൂ ഓഫ് ദി വൈഫ് ഓഫ് ബാത്ത്സ് പ്രൊലോഗ്. അപ്പം നോക്കാം നമുക്ക് എന്താണ് വൈഫ് ഓഫ് ബാത്ത്സ് പ്രൊലൂഡ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും നമ്മൾ ഈ ഒരു 5 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. പിന്നെ ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിരിക്കും, കാരണം 5ഓളം ടോപ്പിക്കുകളാണ് യൂണിറ്റ് 1 മൊത്തമായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നോക്കാം. ഫസ്റ്റ് ചോസേഴ്സ് ലൈഫ് ആൻഡ് വർക്ക്, അല്ലെങ്കിൽ ചോസേഴ്സ് ലൈഫ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എന്താണ്, പേഴ്സണൽ ലൈഫിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഹി വാസ് ബോൺ ബിറ്റ്വീൻ 1340 ആൻഡ് 1345 ഇൻ ലണ്ടൻ ഡ്യൂറിങ് ദി റെയിൻ ഓഫ് എഡ്വേർഡ് സെക്കൻഡ്. അപ്പം ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും തന്നെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റ് നമ്മൾക്ക് അവൈലബിൾ അല്ല. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വേഗ് ഐഡിയ മാത്രമാണുള്ളത്. അപ്പം പറയപ്പെടുന്നു ഹി വാസ് ബോൺ ഡ്യൂറിങ് ദി റെയിൻ ഓഫ് എഡ്വേർഡ് സെക്കൻഡ്, കിങ് എഡ്വേർഡ് തേർഡിൻ്റെ കാലയളവിലാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഹിസ് ഫാമിലി വാസ് കണക്റ്റഡ് വിത്ത് റോയൽ കോർട്ട്, അതുപോലെ തന്നെ നമ്മൾ റോയൽ കോർട്ട് കിങ്ങുമായിട്ട് അതുപോലെ തന്നെ രാജസന്നിധിയുമായിട്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് ഒരു ക്ലോസ് ടൈ ഉണ്ടായിരുന്നു, റിലേഷൻ ഉണ്ടായിരുന്നു. സെർവ്ഡ് ആസ് എ വാലറ്റ്, അല്ലെ, എങ്ങനെ ഒരു റിലേഷൻസ് വരുന്നു, കോണ്ടാക്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വാസ് സെർവ്ഡ് ആസ് എ വാലറ്റ്, അല്ലെ. വാലറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ പേഴ്സണൽ അറ്റൻഡൻറ്റ്, അല്ലെ. നമുക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹം നമുക്ക് കാണാം റോയൽ കോർട്ടിൽ, അല്ലെ, രാജാവിൻ്റെ രാജസന്നിധിയിൽ പാലസിൽ ഇദ്ദേഹം വാലറ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വാലറ്റ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അറ്റൻഡൻ്റ് ആണ് ഇൻ ദ റോയൽ ഹൗസ് ഹോൾഡ്. അപ്പം ആ ഒരു കോർട്ടിൽ, റോയൽ ഹൗസ് ഹോൾഡിൽ, കിങ്ങിൻ്റെ പാലസിൽ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റൻഡറായിട്ട് ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ. അതുപോലെ തന്നെ ലേറ്റർ ബിക്കെയിം എ ഡിപ്ലോമാറ്റ് വിസിറ്റിംഗ് ഫ്രാൻസ് ആൻഡ് ഇറ്റലി ഓൺ റോയൽ മിഷൻസ്, അല്ലേ. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആയിട്ട് ദൂതനായിട്ട്, അല്ലേ, ഏതൊക്കെ ഇംഗ്ലണ്ടിൻ്റെ ദൂതനായിട്ട് ഫ്രാൻസിലും ഇറ്റലിയിലൊക്കെ അദ്ദേഹം പല മിഷനുകളുടെ ഭാഗമായിട്ട്, പല റെസ്പോൺസിബിലിറ്റിൻ്റെ ഭാഗമായിട്ട് അവർ പോവേണ്ടി വന്നിട്ടുണ്ട്. ഫ്രാൻസും ഇറ്റലിയൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇൻ 1374 ഹി വാസ് അപ്പോയിൻറ്റഡ് കൺട്രോളർ ഓഫ് കസ്റ്റംസ് ഓഫ് വൂൾസ്, സ്കിൻസ് ആൻഡ് ഹൈഡ്സ് അറ്റ് ലണ്ടൻ പോർട്ട്, അല്ലെ. അതുപോലെ തന്നെ ലണ്ടനിലുള്ള ഒരു പോർട്ടിൽ, അല്ലെ, ഇദ്ദേഹം കൺട്രോളർ ഓഫ് കസ്റ്റംസ് ആയിട്ടും അദ്ദേഹം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇൻ 1386 ഹി ബിക്കെയിം ദ നൈറ്റ് ഓഫ് ദി ഷ്രിൻ ഓഫ് കെൻറ്റ്, അല്ലേ. അപ്പം ഇദ്ദേഹം ഒരു പാർലമെൻറ്റ് മെമ്പറായിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി, ചാൻസ് കിട്ടിയിട്ടുണ്ട്. ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഹിസ് ലൈഫ് ഹി ലോസ്റ്റ് പൊളിറ്റിക്കൽ ഫേവർ ആൻഡ് സഫേർഡ് ഹാർഡ്ഷിപ്പ് ആൻഡ് ഡൈഡ് ഇൻ 1400, അല്ലേ. അപ്പം ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം ആവുന്ന സമയത്ത് പൊളിറ്റിക്കൽ ഫേവർ, നമ്മൾ പറഞ്ഞു അദ്ദേഹം ഒരു പാർലമെൻറ്റിലെ മെമ്പറായിരുന്നു. അതുപോലെ തന്നെ ഹി ഹാസ് എ ക്ലോസ് കണക്ഷൻ വിത്ത് റോയൽ ഹൗസ് ഹോൾഡ്, അല്ലേ. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിയ സമയത്ത് അദ്ദേഹത്തിന് പൊളിറ്റിക്കലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ആക്സെപ്റ്റൻസ് ഒക്കെ അദ്ദേഹത്തിന് പതുക്കെ നഷ്ടപ്പെടുകയാണ്. 1400 അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, നോക്കാം. മറ്റൊരു പ്രത്യേകത, ചോസർ ഈസ് ഓഫൻ കോൾഡ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ because with him English writing became rich, powerful and creative, അല്ലേ. അപ്പം ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം.
ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. കാരണം നമുക്ക് കാണാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻസിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിലുള്ള കോൺട്രിബ്യൂഷനിലൂടെയാണ് കൂടുതൽ റിച്ചും പവർഫുള്ളും ക്രിയേറ്റീവ് ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ എന്തായിട്ടാണ് കൺസിഡേർഡ് ആസ് ദി ഫാദർ ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാം എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹീസ് റൈറ്റിംഗ്സ് ഷോസ് ലിംഗ്വിസ്റ്റിക് സ്കിൽ, അല്ലേ, ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്കിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെ നോക്കൂ, ഹീ ഷേപ്പ് ദ മിഡിൽ ഇംഗ്ലീഷ് ഇൻ ടു ലിറ്റററി ലാംഗ്വേജ്, അല്ലേ. അപ്പം മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അദ്ദേഹം ലിറ്റററി ലാംഗ്വേജ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, അല്ലേ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിൻ്റെ ലിംഗ്വിസ്റ്റിക് സ്കിൽ എന്ന് പറയുന്നത് ഹീ ഷേപ്പ് ദ മിഡിൽ ഇംഗ്ലീഷ് ഇൻ ടു ലിറ്റററി ലാംഗ്വേജ്. അപ്പം യഥാർത്ഥത്തിൽ ഈ മിഡിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു ലിറ്റററി ലാംഗ്വേജ് ആയിരുന്നില്ല. ആ ഒരു മിഡിൽ ഇംഗ്ലീഷിനെ ഒരു ലിറ്റററി ലാംഗ്വേജ് ആക്കി കൺവേർട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു മ്യൂസിക് ആൻഡ് റിതം, അല്ലേ. മ്യൂസിക്കൽ ആയിരുന്നു, റിതമിക് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ, അല്ലേ. അപ്പം നമ്മൾ സാധാരണ ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ പോയംസ് ഒക്കെ എടുത്താൽ അതിലൊരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ടായിരുന്നു, റിതമിക് ക്വാളിറ്റി കാണാൻ സാധിക്കും. ഹീസ് വേഴ്സ് ഫ്ലോസ് നേച്ചുറലി, അല്ലേ. അപ്പം വളരെ നേച്ചുറലായിട്ട് റിതമിക് ആയിരുന്നു, മ്യൂസിക്കൽ ആയിരുന്നു, അല്ലേ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്, അല്ലേ. സൈക്കോളജിക്കൽ ഇൻസൈറ്റ് അല്ലെങ്കിൽ ഇവിടെ കാണാം ഹി അണ്ടർസ്റ്റുഡ് ഹ്യൂമൻ നേച്ചർ ഡീപ്ലി, അല്ല. അപ്പം ഹ്യൂമൻ മെൻറ്റാലിറ്റി, ഹ്യൂമൻ മൈൻഡിനെയൊക്കെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇദ്ദേഹം വളരെ മുൻപന്തിയിലായിരുന്നു. അതാണ് സൈക്കോളജിക്കൽ ഇൻസൈറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു ക്വാളിറ്റി ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓരോ വർക്ക്സിനും എന്തുണ്ടായിരുന്നു, ഒരു സൈക്കോളജിക്കൽ ഇൻസൈറ്റ് ഉണ്ടായിരുന്നു. ഹി വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി നേച്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ്, അല്ലേ. ഹ്യൂമൻ ബീയിങ്ങിനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മറ്റൊന്നാണ് ഐറണി ആൻഡ് ഹ്യൂമർ, അല്ലേ. അപ്പം ഇദ്ദേഹത്തിൻ്റെ വർക്ക് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കും പല സോഷ്യൽ ഇഷ്യൂസും അദ്ദേഹം ഐറോണിക്കലിയാണ്, ഹ്യൂമറസ് ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പല സോഷ്യൽ ഈവിൾസിനെയും അദ്ദേഹം ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും അതുപോലെ തന്നെ റിലീജിയസ് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചൊക്കെ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പോയത്തിലൊക്കെ അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹം ഐറോണിക്കലി ആയിരുന്നു, ഹ്യൂമറസ് വേയിലൂടെ ആയിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത്തരം ഫോൾട്ടുകളെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ പോയിന്റഡ് ഔട്ട് ഫോൾട്ട് വിത്തൗട്ട് ബീങ് ഹാഷ് ആവാതെ ഇത്തരത്തിലുള്ള സോഷ്യൽ ഈവിൾസിനൊക്കെ അദ്ദേഹം ഐറോണിക്കലി ആൻഡ് ഹ്യൂമറസ്ലി ആണ് അദ്ദേഹം ടാക്കിൾ ചെയ്തിട്ടുണ്ട്. ഹി ഹാഡ് നോ സ്ട്രോങ് ഇംഗ്ലീഷ് മോഡൽസ് ബിഫോർ ഹിം. Most writers wrote in Latin and French, so he had to rely on his society, folklore and his own imagination. പിന്നെ ഈ ചോസറിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹി ഹാസിൻഡ് എനി മോഡൽ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, അല്ലേ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചോസർ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല, ഒരു മോഡൽ ഒരിക്കലും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഓൾറെഡി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വർക്കുകളൊന്നുമില്ല, ഓൾറെഡി വരുന്നത് ഏതൊക്കെ ലാംഗ്വേജിലാണ്, ലാറ്റിൻ ആൻഡ് ഫ്രഞ്ചിലാണ്, അല്ലേ. അപ്പം ലാറ്റിൻ ആൻഡ് ഫ്രഞ്ച് ലാംഗ്വേജിലാണ് ഓൾറെഡി മോഡൽസ് ഉള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആർക്ക് മോഡൽ ഉണ്ടായിരുന്നില്ല, ചോസറിന് മോഡൽ ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഹി ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ ഹു റോട്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അല്ലേ. പിന്നെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എന്തിനാണ് അദ്ദേഹം എഴുതാൻ വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, സൊസൈറ്റിയെയും അതുപോലെ തന്നെ ഫോക്ക് ഹിസ് ഓൺ ഇമാജിനേഷനെയും ഒക്കെ ആയിരുന്നു അദ്ദേഹം. ഫോക്ക് ലോർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൂടെയൊക്കെയുള്ള കഥകൾ, സ്റ്റോറീസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനൊക്കെ ആയിരുന്നു അദ്ദേഹം പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, നോട്ട് ചെയ്ത് വെച്ചോളാം, ഹി എക്സ്പെരിമെൻറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് ഫോംസ്, അല്ലേ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ, പിന്നെ ഹി എക്സ്പെരിമെൻറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് ഫോംസ്, നെറേറ്റീവ് പോയട്രി, ആലിഗറി, ക്യാരക്ടർ സ്കെച്ച്, ഹ്യൂമർ, ട്രാജഡി, റൊമാൻസ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിറ്ററേച്ചറിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെറേറ്റീവ് പോയട്രി എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന പോയംസിനാണ് നമ്മൾ നെറേറ്റീവ് പോയട്രി എന്ന് പറയുന്നത്, അല്ലെ. കഥ പറയുന്ന പോയട്രിയാണ്, അല്ലേ. അതുപോലെ തന്നെ ആലിഗറി, അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച്, ഹ്യൂമർ, ട്രാജഡി, റൊമാൻസ്, ഈ ഡിഫറെൻറ്റ് ഫോംസിലൊക്കെ ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിളാണ് ട്രോയിലസ് ആൻഡ് ക്രിസീഡ്. അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്ക് നിങ്ങൾ, ഓൾമോസ്റ്റ് ലൈക്ക് എ മോഡേൺ നോവൽ വിത്ത് നെറേറ്റീവ്, ഡയലോഗ്സ് ആൻഡ് വെൽ ഡ്രോൺ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവിടെ പോയട്രി എന്നതും ഉദ്ദേശിക്കുന്നത് ക്രിറ്റിസിസത്തിലൊക്കെ പോയട്രി എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് പോയംസിനെ മാത്രമല്ല, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.
അപ്പം ട്രോയിലസ് ആൻഡ് ക്രിസീഡിൻ്റെ ഒരു പ്രത്യേകത നോക്കുന്നെങ്കിൽ അതൊരു എക്സാമ്പിൾ നോക്കുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് അദ്ദേഹം കമ്പൈൻ ചെയ്യുന്നതിനുള്ളൊരു എക്സാമ്പിളാണ്. നോക്കൂ, ലൈക്ക് മോഡേൺ നോവൽ വിത്ത് നെറേറ്റീവ് ഡയലോഗ്സ് ആൻഡ് വെൽ ഡ്രോൺ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പം പിന്നെ ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലിറ്റററി വർക്ക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ലൈഫിന് 3 ഫേസുകളാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിൽപ്പെട്ട ഫസ്റ്റ് ഫേസ് ആണ് ഏർലി ഫേസ്. അപ്പം ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്കുകൾ വന്നിട്ടുള്ളത് ഡിഫറെൻറ്റ് ഫേസുകളായിട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് ആണ് ഏർലി ഫേസ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ. അപ്പം ഇദ്ദേഹം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, ഇദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ റോൾ മോഡൽസ് ഫ്രഞ്ചിലും ഇറ്റാലിയൻ ലാംഗ്വേജിലും മാത്രമാണ് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ഏർലി ഫേസ് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ റൈറ്റേഴ്സാണ് അല്ലേ. അപ്പം നോക്കാം ഏതൊക്കെ വർക്കാണ് ഫ്രഞ്ചും അതുപോലെ തന്നെ ഇറ്റാലിയൻ റൈറ്റേഴ്സും അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ളതെന്ന് നോക്കാം. റോമൗണ്ട് ഓഫ് ദി റോസ് അല്ലേ, ഈ ഒരു വർക്ക് ട്രാൻസ്ലേഷൻ ഓഫ് ഫ്രഞ്ച് ആലിഗറി അല്ലേ, ഫ്രഞ്ച് ആലിഗറിയുടെ ആയിട്ടുള്ള റോമൻ ഡിലാ റോസ് എന്ന് പറയുന്ന വർക്കിൻ്റെ ട്രാൻസ്ലേഷനാണ്. ഇതിൻ്റെ സ്പെല്ലിങ് നോട്ട് ചെയ്ത് വെച്ചുള്ള റോമൗണ്ട് ഓഫ് ദി റോസ്. ഓക്കെ, help the Chaucer develop allegory, personification and style. The Book of Duchess, രണ്ടാമത്തെ വർക്കാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് വർക്ക് ട്രാൻസ്ലേഷൻ ഓഫ് റോമൻ ഡിലാ റോസ്, രണ്ടാമത്തെ വർക്കാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ ബുക്ക് ഓഫ് ഡച്ചസ്. ബുക്ക് ഓഫ് ഡച്ചസ് ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു എലിജി ആണ്. എലിജി മീൻസ് നമ്മൾ ആളുകളുടെ വിയോഗത്തിലൊക്കെ അവരുടെ സാഡ്നെസ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, കാണിക്കാൻ വേണ്ടി നമ്മൾ എഴുതുന്ന പോയംസിനെയാണ് നമ്മൾ എലിജി എന്ന് പറയാറുള്ളത്. അപ്പോൾ ദ ബുക്ക് ഓഫ് ഡച്ചസ് എന്ന് പറയുന്നത് ഇവരുടെ മറ്റൊരു വർക്കാണ്. ഇതൊരു എലിജി ആണ്. ആരെയാണ് ഇദ്ദേഹം ആ ഒരു എലിജിയിലൂടെ അവരുടെ ഒരു പെയിനെ കാണിക്കുന്നത്? ആരുടെ വിയോഗത്തിലാണ്? ഡച്ചസ് ഓഫ് ലാൻകാസ്റ്റർ. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, രണ്ടാമത്തെ ഫേസ് ആണ് അദ്ദേഹത്തിൻ്റെ മിഡിൽ ഫേസ് എന്ന് പറയുന്നത്. അതിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്കുകളാണ് പാർലമെൻറ്റ് ഓഫ് ഫോൾസ്, എ ഡ്രീം വിഷൻ, ഒരു ഡ്രീം രൂപത്തിൽ അദ്ദേഹം എഴുതപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഡ്രീം വിഷനാണ് എന്ന് പറഞ്ഞാൽ ഡ്രീം കണ്ടതിന് ശേഷം ആ ഒരു ഡ്രീമിനെ അദ്ദേഹം ഈ ഒരു രൂപത്തിൽ ലിറ്റററി വർക്കിൻ്റെ രൂപത്തിൽ എഴുതതാണ്. ആ ലിറ്റററി വർക്കാണ് ദി പാർലമെൻറ്റ് ഓഫ് ഫോൾസ്, ഓഫൺ സീൻ ആസ് എ ഫസ്റ്റ് വാലന്റൈൻസ് ഡേ പോംസ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഫസ്റ്റ് വാലന്റൈൻസ് ഡേ പോയോ ആണ് നമ്മൾ ഈ പറയുന്ന ഏത് പാർലമെൻറ്റ് ഓഫ് ഫോൾസ് എന്ന് പറയുന്നത്. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് എഴുതപ്പെട്ടുള്ളത് ഒരു ഡ്രീം ഫോമിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം കണ്ടത് അനുസരിച്ചാണ് അദ്ദേഹം ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത്. ട്രോയിലസ് ആൻഡ് ക്രിസീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് ട്രാജിക് ലവ് സ്റ്റോറിയാണ്. ഷോസ് ചോസേഴ്സ് മാസ്റ്ററി ഓഫ് ദ ക്യാരക്ടർ ആൻഡ് നെറേറ്റീവ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഇതൊരു ലോങ് ട്രാജിക് ലവ് സ്റ്റോറിയാണ്. ഇദ്ദേഹത്തിൽ വരുന്ന ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ഇവരുടെ നെറേറ്റീവ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി, ഇതൊക്കെ തന്നെ തീർത്തും വേറിട്ട് നിൽക്കുന്നതായിരുന്നു ട്രോയിലസ് ആൻഡ് ക്രിസീഡ്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് മൂന്നാമത്തെ ഫേസ് ആണ് മെച്വർ ഫേസ് അല്ലേ. ഇതാണ് മെച്വർ ഫേസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് വർക്ക്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്നിട്ടുള്ള ഈ ഒരു ഫേസിനെയാണ് നമ്മൾ മെച്വർ ഫേസ് എന്ന്. മെച്വർ ഫേസ് എന്ന് പറയാനുള്ള കാരണം ഇദ്ദേഹം കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള പിന്നെ ഒരു ഏബിൾ ആയിട്ടുള്ള റൈറ്ററായി മാറിയിട്ടുള്ളത് ഈ ഒരു ഫേസിലായിരുന്നു. അപ്പം ഈ ഒരു ഫേസിൽ വന്ന പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ വർക്കുകൾ നോക്കാം. ദി ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ, ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത സ്റ്റോറീസ് ഓഫ് വേർച്വസ് വിമൻ ഫ്രം ദ ക്ലാസിക്കൽ ഹിസ്റ്ററി. അപ്പം അവിടെ ശ്രദ്ധിക്കുക, ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റോറീസ് ആണ്, സ്ത്രീകളുടെ സ്റ്റോറീസ് ആണ്. സ്ത്രീകളുടെ പ്രത്യേകത എന്താണ്? ഈ സ്റ്റോറീസ് ഒക്കെ ഇദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ളത് ക്ലാസിക്കൽ ഹിസ്റ്ററിയിൽ വരുന്ന ഗ്രേറ്റ് വേർച്വസ് വിമനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റോറിയാണ്. ഓക്കെ, കാൻറ്റർബറി ടെയിൽസ് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. ഈ വർക്കിനെ കുറിച്ചാണ് നമ്മൾ വരുന്ന മൊഡ്യൂൾസിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, വരുന്ന യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാൻറ്റർബറി ടെയിൽസ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുള്ള പ്രധാനപ്പെട്ട വർക്കാണ്. ഹിസ് മാസ്റ്റർ പീസ്, എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ടോൾഡ് ബൈ ദ പിൽഗ്രിംസ് ട്രാവലിംഗ് ടു കാൻറ്റർബറി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാൻറ്റർബറി ടെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ മാസ്റ്റർ പീസ് വർക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്. ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്. ഈ സ്റ്റോറീസ് എങ്ങനെയാണ് ഈ സ്റ്റോറീസ് വരുന്നത്? ഈ ആരാണ് കഥ പറയുന്നത്? ടോൾഡ് ബൈ ദ പിൽഗ്രിംസ് ആണ് അല്ലേ, യാത്ര പോകുന്ന തീർത്ഥാടകർ പറയുന്ന സ്റ്റോറീസിൻ്റെ ഒരു കളക്ഷനാണ് ഈ പറയുന്ന കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്നത്. ഇവർ എവിടെയൊക്കെയാണ് തീർത്ഥാടനത്തിന് പോകുന്നത്? കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന ഒരു പിന്നെ റിലീജിയസ് പ്ലേസിലേക്കാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഈ പിൽഗ്രിംസ്
തീർത്ഥാടനം പോകുന്നത്. ഓക്കെ, അപ്പം ആ പോകുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുന്ന തീർത്ഥാടനത്തിലുള്ള ഓരോ ക്യാരക്ടേഴ്സും പറയുന്ന സ്റ്റോറിയുടെ ഒരു കളക്ഷനാണ് ഈ പറയുന്ന കാൻറ്റർബറി ടേൽസ് എന്ന് പറയുന്നത്. ദോ അൺഫിനിഷ്ഡ് ഇറ്റ് റിമെയിൻസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പോൾ ഇതൊരു സ്റ്റോറീസ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും ഇറ്റ് റിമെയിൻസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് വർക്ക് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചോസേഴ്സ് ഹ്യൂമനിസം ആൻഡ് സെക്യുലർ ഔട്ട്ലുക്ക് അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ ഹ്യൂമനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു സെക്യുലർ ഔട്ട്ലുക്ക്, സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഡ്യൂറിങ് ദ ടൈം ഓഫ് മിഡീവൽ ടൈം ക്രിസ്ത്യാനിറ്റി ഹാസ് ദി കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദി സൊസൈറ്റി അല്ലേ. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ സെക്യുലർ ഐഡിയാസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഹ്യൂമനിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മെഡീവൽ സൊസൈറ്റി വാസ് ഡോമിനേറ്റഡ് ബൈ ചർച്ച് ആൻഡ് വാല്യൂഡ് ട്രഡീഷൻ ആൻഡ് ഡിസ്കറേജ്ഡ് ഇൻഡിവിജ്വാലിറ്റി. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു മെഡീവൽ സൊസൈറ്റിയിൽ ചോസറിൻ്റെ കാലഘട്ടത്തിൽ ചേർച്ച് വാസ് ഡോമിനേറ്റഡ് അല്ലേ. ചേർച്ച് ആയിരുന്നു ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രഡീഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് എന്ത് ചെയ്തിരുന്നില്ല, ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഡിസ്കറേജ് ചെയ്തതായിരുന്നു ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ. അപ്പം പാരമൗണ്ട് പവർ എന്ന് പറയുന്നത് ആരായിരുന്നു? ചേർച്ച് ആയിരുന്നു. Chaucer observed the people not only as the children of God, but also as real humans with desires, greed, hypocrisy, courage and humor. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഓരോ ഹ്യൂമൻ ബീയിങ്ങും അബ്സല്യൂട്ട്ലി ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് അല്ലെ, ചിൽഡ്രൻ ഓഫ് ഗോഡ് ആണ്. പക്ഷേ ഓരോ ഇൻഡിവിജ്വലിനും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഡിസയേഴ്സ് ഉണ്ട്, ഗ്രീഡ് ഉണ്ട്, ഹിപ്പോക്രസി ഉണ്ട്, കറേജ് ഉണ്ട്, ഹ്യൂമറസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ് ഒരിക്കലും തന്നെ 100% നോട്ട് അണ്ടർ ദി കൺട്രോൾ ഓഫ് റിലീജിയൻ. ഹി ഡിഡ് നോട്ട് പ്രീച്ച് ബട്ട് ഒബ്സർവ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം ഒരിക്കലും ഹി വാസ് നോട്ട് എ പ്രീച്ചർ ആയിരുന്നില്ല, ഹി ഈസ് നോട്ട് എ റിലീജിയസ് പ്രീച്ചർ ആയിരുന്നില്ല അല്ലേ. അദ്ദേഹം ഒബ്സർവ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്താണോ പറയാനുള്ളത് അത് ഡിസ്ക്രൈബ് ചെയ്തു അല്ലേ. അദ്ദേഹം ഒരിക്കലും തന്നെ ഒരു പ്രോ റിലീജിയസ് ആയിരുന്നില്ല, അദ്ദേഹം ഒരു സെക്യുലർ ഔട്ട്ലുക്ക് ഉള്ള ആളായിരുന്നു. ആര്? ഈ പറയുന്ന ജോഫ്രി ചോസർ. ഓക്കെ, ഇനി നോക്ക് നിങ്ങൾ, ഹി റോട്ട് ഇൻ ദി ലോക്കൽ ഇഡിയംസ് അല്ലേ. മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അന്ന് കോമൺ ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ എഴുതിയിട്ടുള്ളത് ഏത് ലാംഗ്വേജിലാണ് കേട്ടോ? കോമൺ പീപ്പിളിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. ഈ മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓഫ് ഓർഡിനറി പീപ്പിൾ വിച്ച് ഗേവ് ഡിഗ്നിറ്റി ടു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ എഴുതിയിട്ടുള്ളത് മിഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ദാറ്റ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ഓർഡിനറി പീപ്പിൾ. ഹിസ് കാൻറ്റർബറി ടെയിൽസ് റിഫ്ലക്ട് ദ റിയൽ പീപ്പിൾ, മെർച്ചൻസ്, നൈസ്, പ്രയോറസസ്, ദെൻ മില്ലേഴ്സ്, വൈഫ്സ്, ഈച്ച് വിത്ത് ദെയർ ഓൺ വോയിസസ് അല്ലേ. പിന്നെ ഇവരുടെ വർക്കിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ്, നമുക്ക് കാണാൻ സാധിക്കും ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ് അല്ലേ. ലൈഫിൻ്റെ ഓരോ ഭാഗത്തു നിന്നും, ഓരോ ഏരിയകളിൽ നിന്നും, ഓരോ പ്രൊഫഷനിൽ നിന്നൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇദ്ദേഹം ഈ ഒരു കാൻറ്റർബറി ടെയിൽസിൽ ഉണ്ടായിരുന്നത്. അതാണ് മെർച്ചൻസ് ഉണ്ട്, നൈറ്റ്സ് ഉണ്ട്, പ്രയോറസസ് ഉണ്ട്, മില്ലേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നുണ്ട്. അപ്പം ഒരു റിയൽ ലൈഫിലുള്ള ആളുകളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വർക്കിലുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പോകുന്നത്, സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ. ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ എങ്ങനെയാണ് സൊസൈറ്റി റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. ബ്രിട്ടീഷ് സൊസൈറ്റി 14th century ബ്രിട്ടീഷ് സൊസൈറ്റി ഇദ്ദേഹത്തിൻ്റെ കാലയളവിൽ എങ്ങനെയാണ് പിന്നെ റിഫ്ലക്ട് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മേജർ സോഷ്യൽ ഇവൻറ്റ്സ് ഇൻഫ്ലുവൻസ് ദി ചോസർ. ഇപ്പം നമുക്കറിയാൻ സാധിക്കും, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ റൈറ്റർ ആവുന്ന സമയത്ത് ഇവിടെ വരുന്ന സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ തന്നെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും. നിപ്പ വന്ന സമയത്തും അതുപോലെ തന്നെ ഗ്രേറ്റ് ഫ്ലഡ് വന്നതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമ്മളുടെ എഴുത്തിലും നമ്മുടെ ലൈഫിലും റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ. അപ്പം അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട സോഷ്യൽ ഇവൻറ്റുകൾ ഏതൊക്കെയാണ് ജോഫ്രി ചോസറിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് നോക്കാം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഇവൻ്റാണ്, ഇൻസിഡൻ്റാണ് ബ്ലാക്ക് ഡെത്ത് അല്ലേ. ഈ ഒരു ബ്ലാക്ക് ഡെത്ത് വന്നതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും, കിൽഡ് മെനി, റെഡ്യൂസിങ് ദ ക്ലർജി, ദെൻ കോസ്റ്റ് ലേബർ ഷോർട്ടേജ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വർക്കിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഇവൻ്റ് ആയിരുന്നു, ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. മെനി പീപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബ്ലാക്ക് ഡെത്തിൽ മരിക്കാൻ കാരണമായിട്ടുണ്ട്.
ലേബറേഴ്സിൻ്റെ ഇൻഡസ്ട്രിയിലൊക്കെ ലേബറേഴ്സിൻ്റെ ഷോർട്ടേജും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊന്നാണ് പെസൻസ് റിവോൾട്ട്, അല്ലെ, കർഷകരുടെ റിവോൾട്ട് ആയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സോഷ്യൽ ഇവൻ്റ് എന്ന് പറയുന്നത്. പെസൻസ് ക്വസ്റ്റ്യൻ സോഷ്യൽ ഇനീക്വാളിറ്റി. അപ്പം പെസൻസ് ക്യാപിറ്റലിസ്റ്റുകളെ അല്ലെങ്കിൽ ആരാണോ എക്കണോമിക്കലി വെൽത്ത് ഹോൾഡ് ചെയ്യുന്നത് ആ ആളുകൾ എന്ത് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് ചേർച്ച് ലോസ്റ്റ് മോറൽ അതോറിറ്റി, അല്ലേ, അതുപോലെ തന്നെ ചേർച്ചിന് എന്തുണ്ട്, ഒരു അതോറിറ്റി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലർജി ബിക്കെയിം കറപ്റ്റ് ആൻഡ് വേൾഡ്ലി, അല്ലെ. അപ്പം നമ്മൾ ക്ലർജി, റിലീജിയസ് ആയിട്ടുള്ള പ്രീച്ചേഴ്സ്, റിലീജിയസ് ലീഡേഴ്സ് ഒക്കെ എന്തായിട്ട് മാറി, ക്ലർജി, ഈ ഒരു പെർഫോം ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ കൂടുതൽ കറപ്റ്റഡ് ആയിട്ട് മാറുകയാണ്, വേൾഡ്ലി കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ്, അല്ലേ. അവരൊരു സ്പിരിച്വാലിറ്റിയിൽ നിന്നൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പം ചേർച്ചിന് എന്ത് നഷ്ടപ്പെടുകയാണ്, അവരുടെ ഒരു കൺട്രോൾ, അവരുടെ ഒരു പവർ, മോറൽ അതോറിറ്റി എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും, നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചോസേഴ്സ് ലിറ്റററി വർക്ക്, അല്ലേ. ചോസറുടെ ലിറ്റററി വർക്കിലെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് നോട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് വൺ, റിയലിസം. റിയലിസം ഇവരുടെ വർക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീമായിരുന്നു, ഫീച്ചറാണ് റിയലിസം എന്ന് പറയുന്നത്. എന്താ നോക്കുന്നത്, ഹി പെയിൻസ് എ വിവിഡ് പിക്ചർ ഓഫ് ഹിസ് സൊസൈറ്റി. അപ്പം റിയലിസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സൊസൈറ്റിയെ ആസ് ഇറ്റ് ഈസ് ആണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിരുന്നു, റിയാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സൊസൈറ്റി എങ്ങനെയാണോ ആ സൊസൈറ്റി ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹ്യൂമർ ആൻഡ് ഐറണി. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വർക്ക് വളരെ ഹ്യൂമറസ് ആണ്, വളരെ ഇറോണിക്കലി ആണ് എന്ത് ചെയ്യുന്നത്, ഈ സോഷ്യൽ ഇൻജസ്റ്റീസിനൊക്കെ അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ ജനങ്ങളുടെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മറ്റൊന്ന് നോക്കുക, ക്യാരക്ടറൈസേഷൻ, അല്ലേ. ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈച്ച് പിൽഗ്രിം ഇൻ കാൻറ്റർബറി ടെയിൽസ് ഈസ് യുണീക്ക് ഇൻ ലുക്ക്, ഹാബിറ്റ്, സ്പീച്ച് ആൻഡ് ഒപ്പീനിയൻ, അല്ലേ. ഇവരുടെ ജോഫ്രി ചോസേഴ്സിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഗുണമായിരുന്നു ഓരോ ക്യാരക്ടേഴ്സും യുണീക്ക് ക്യാരക്ടേഴ്സാണ്, അല്ലേ. ഈച്ച് ക്യാരക്ടർ ഹാസ് ഹിസ് ഓൺ ലുക്ക്, ഹാബിറ്റ്, സ്പീച്ച് ആൻഡ് ഒപ്പീനിയൻ. ഓരോ ആളുകളും നമുക്ക് കാണാൻ സാധിക്കും, കാൻറ്റർബറി ടെയിൽസ് വരുന്ന ഓരോ പിൽഗ്രിംസും ഓരോ ലൈഫിൻ്റെ ഓരോ സ്ട്രാറ്റാസും ഓരോ സെക്ഷനിൽ വരുന്ന ആളുകളാണ്, അല്ലേ. അപ്പം ഈ ഓരോ ക്യാരക്ടേഴ്സും വളരെ യുണീക്ക് ആയിരുന്നു, ഓരോരുത്തർക്കും അവരുടേതായ ലുക്ക് ഉണ്ട്, ഹാബിറ്റുകളുണ്ട്, സ്പീച്ച് ഉണ്ട്, അഭിപ്രായങ്ങളുണ്ട്, ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ട്, അല്ലേ. മറ്റൊന്നാണ് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ജോഫ്രി ചോസർ യൂസസ് ദി വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ്, അല്ലേ. ഏത് രൂപത്തിലുള്ള നോക്ക് നിങ്ങൾ, ഹീ കവേഴ്സ് ഓൾ ക്ലാസ്സസ്. ഏതൊക്കെ, നൈറ്റ്സ്, ക്ലർജി, പെസൻസ്, മെർച്ചൻറ്റ്, വിമൻ, ഇങ്ങനെ സോഷ്യൽ ലൈഫിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രാറ്റാസിൽ വരുന്ന ക്യാരക്ടേഴ്സിനായിരുന്നു ത്രൂ ഔട്ട് ആരുപയോഗിച്ചിട്ടുള്ളത്, ജോഫ്രി ചോസർ ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്നാണ് ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് ഹ്യൂമനിസം കോൺസെപ്റ്റ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഫോക്കസസ് ഓൺ ഹ്യൂമൻ എക്സ്പീരിയൻസ്, നോട്ട് അബ്സ്ട്രാക്ട് മൊറാലിറ്റി. അപ്പം ഹ്യൂമനിസം, അദ്ദേഹം ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എക്സ്പീരിയൻസിനാണ് കൂടുതൽ, ഹ്യൂമൻ ബീയിങ്ങിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്, ഏതിനേക്കാളും റേദർ ദാൻ ദി ചേർച്ച് ആൻഡ് റിലീജിയൻ. അതും പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ, ഹ്യൂമനിസം. മറ്റൊന്നാണ് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ റിഫ്ലക്ട് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു മോഡേണിറ്റി എന്ന് പറയുന്നത്. ഹിസ് ക്യാരക്ടേഴ്സ് ആൻഡ് സിറ്റുവേഷൻസ് സ്റ്റിൽ ഫീൽ അലൈവ് ആൻഡ് റിലേറ്റബിൾ. അപ്പം ഇദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു റിയാലിറ്റിയാണ്, റിയൽ ലൈഫിനെയാണ് ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും, റിലേറ്റബിൾ ആണ്. ഈ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും വേൾഡിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി വൈഫ് ഓഫ് ബാത്ത് പ്രൊലൂഡ്. അപ്പം വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പ്രിസൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഏത്, ദ വൈഫ് ഓഫ് ബാത്ത് പ്രൊലൂഡ്. അപ്പോൾ ശ്രദ്ധിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു വർക്ക്, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ്, സ്റ്റോറീസ് ടോൾഡ് ബൈ പിൽഗ്രിംസ്, അല്ലെ. പിൽഗ്രിംസ് പറഞ്ഞിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ആണ് ഈ പറയുന്ന കാൻറ്റർബറി ടെയിൽസ്. ഈ കാൻറ്റർബറി ടെയിൽസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്, ഒരു സ്റ്റോറിയാണ്. ആരുടെ സ്റ്റോറി, ദി വൈഫ് ഓഫ് ബാത്ത്, അല്ലേ. സ്റ്റോറി ഓഫ് വൈഫ് ഓഫ് ബാത്ത്, അല്ലേ. അപ്പം ആ ഒരു വൈഫ് ഓഫ് ബാത്തിൻ്റെ പ്രൊലൂഡ് എന്ന് പറഞ്ഞ ഒരു വർക്കിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിനാണ് നമ്മൾ എന്ത് പറയുക, ഇൻട്രൊഡക്ഷൻ പാർട്ടിനാണ് പ്രൊലൂഡ് എന്ന് പറയുക. ഏതൊരു വർക്കിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാർട്ടിനെയാണ്, സെക്ഷനെയാണ് പ്രൊലൂഡ് എന്ന് പറയുക, അല്ലേ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി വൈഫ് ഓഫ് ബാത്ത് പ്രൊലൂഡ്, അല്ലേ. അപ്പം അവരുടെ ഈ ഒരു വർക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മളിന്ന് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നോട്ട് ചെയ്ത്
ഓഫ് ദി മോസ്റ്റ് ഫേമസ് പാർട്ട് ഓഫ് കാൻറ്റർബറി ടേൽസ്. ഈ കാൻറ്റർബറി ടേൽസ് എന്ന് പറയുന്ന ഈ ഒരു കളക്ഷൻ ഓഫ് സ്റ്റോറീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ പറയുന്നത് ദി വൈഫ് ഓഫ് ബാത്ത് പ്രൊലൂഡ്. വൈഫ് ഓഫ് ബാത്ത്, എ ബോൾഡ് കോൺഫിഡൻറ്റ് എക്സ്പീരിയൻസ്ഡ് വുമൻ ഹൂ ഹാഡ് 5 ഹസ്ബൻഡ്. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഷി വാസ് എ ബോൾഡ് കോൺഫിഡൻറ്റ് എക്സ്പീരിയൻസ്ഡ് വുമൻ ഹൂ ഹാഡ് 5 ഹസ്ബൻഡ് അല്ലേ. അപ്പം ഒരു മിഡിൽ ഏജിലൊന്നും ഇത്തരത്തിലുള്ള ഒരു മൾട്ടിപ്പിൾ മാരേജ് ഒന്നും തന്നെ വളരെ ഈസി ആയിരുന്നില്ല അല്ലേ. അപ്പം ഷി വാസ് ബോൾഡ് ആയിരുന്നു, കോൺഫിഡൻ്റ് ആയിരുന്നു. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് വൈഫ് ഓഫ് ബാത്ത്. ഷീ ടോക്സ് ഓപ്പൺലി അബൌട്ട് മാരേജ്, സെക്ഷ്വാലിറ്റി, വിമൻസ് ഡിസയർ ഫോർ ഫ്രീഡം. അപ്പം ഇവൾ തീർച്ചയായിട്ടും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വിമനാണ്. അതുപോലെ തന്നെ ഷീ ടോക്സ് ഓപ്പൺലി അബൌട്ട് മാരേജിനെ കുറിച്ചും സെക്ഷ്വാലിറ്റിയെ കുറിച്ചും ഒക്കെ, വിമൻസ് ഡിസയേഴ്സിനെ കുറിച്ചും ഒക്കെ തന്നെ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന രൂപത്തിലുള്ള, റിലീജിയനൊക്കെ ചലഞ്ച് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു ആര്, ഈ വൈഫ് ഓഫ് ബാത്ത്. പ്രൊലോഗ് ഈസ് അൺയൂഷ്വലി ലോങ്, ബിക്കംസ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റോറി. അപ്പം ഈ പ്രൊലോഗ് സാധാരണ നമുക്ക് കാണാൻ സാധിക്കും ഒരു വർക്കിൻ്റെ ഇൻട്രൊഡക്ടറി ചാപ്റ്ററിനാണ് നമ്മൾ പ്രൊലോഡ് എന്ന് പറയാം അല്ലേ, പ്രൊലൂഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രൊലോഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു പ്രൊലൂഡ് നമുക്ക് കാണാൻ സാധിക്കും ബിക്കെയിം ഓൾമോസ്റ്റ് ആൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റോറി. സാധാരണ പ്രൊലൂഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ അൺയൂഷ്വലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വൈഫ് ഓഫ് ബാത്ത് പ്രൊലൂഡ് ഒരു സെപ്പറേറ്റ് പാർട്ടായിട്ട് തന്നെയാണ്, ഒരു സെപ്പറേറ്റ് സ്റ്റോറി ആയിട്ടാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു സെപ്പറേറ്റ് പ്രൊലോഗായിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, ഈ പറയുന്ന വൈഫ് ഓഫ് ബാത്തിൻ്റെ പ്രൊലൂഡ് കാണുന്നത്. ഓക്കെ, പിന്നെ യെസ്, അപ്പം ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പ്രൊലോഗ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വൈഫ് ഓഫ് ബാത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ചോസർ lived in 14th century England, the time of change, courtly life and social unrest. His work combined French, Italian influences with new English spirit. അപ്പം നോട്ട് ചെയ്ത് വെച്ചുള്ള 14th century പോയിട്ടാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഹി വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ റൈറ്റേഴ്സ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആസ് എ റിസൾട്ട് ഹി കമ്പൈൻഡ് ബോത്ത് ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഇറ്റാലിയൻ ടെക്നീക്സ് ആൻഡ് മെത്തേഡ്സ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഫ്രഞ്ചിനെയും ഇറ്റാലിയൻ കോൺട്രിബ്യൂഷൻസിനൊക്കെ അദ്ദേഹം ഒരു ന്യൂ ഇംഗ്ലീഷ് സ്പിരിറ്റിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻറ്റർബറി ടേൽസ്, എസ്പെഷ്യലി ദ വൈഫ് ഓഫ് ബാത്ത് പ്രൊലോഗ്, ഷോസ് ഹിസ് സ്കിൽസ് ക്രിയേറ്റിംഗ് ലിവിങ് ക്യാരക്ടേഴ്സ് ആൻഡ് റെക്കോർഡിംഗ് സൊസൈറ്റി ഓഫ് ഹിസ് ടൈം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി 1 by 1 ആയിട്ട് ഓരോ യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. എനിവേ, നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ്